സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ, ഇവർക്കൊരുവൻ കിഴക്കുതിക്കേ ഇന്ന് താലിപ്പീലി പൊന്നം കെട്ടി മുത്തഴക് വണിച്ചെറുക്കൻ. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ. ഹായ് 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 അതെ, എന്തായാലും സന്തോഷായി. എല്ലാരും അവിടെ ചെന്നിരുന്ന ഭക്ഷണം കഴിച്ചിട്ടേ പോകും. നാളത്തെ കല്യാണത്തിന് എന്തായാലും പങ്കെടുക്കും വേണം. അയ്യോ, സന്തോഷായില്ലേ? എല്ലാരും വന്നിട്ടില്ലേ? അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. പക്ഷെ എന്ത് ചെയ്യാനാ, അകലെയുള്ള ബന്ധുക്കളൊക്കെ ഇവിടെ എത്തി. തൊട്ട അയലക്കത്ത് ബന്ധുക്കളുണ്ട്, അവർ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ചേട്ടോ വരുന്നുണ്ട് വരുന്നുണ്ട്. അല്ല, എന്താ വരാൻ വൈകിയത്? രാവിലെ 10 മണി തൊട്ട് ഒരുങ്ങാൻ തുടങ്ങിയതാണ്. ഒരു സാരിയുടെ തുടുക്കും കണ്ണാടി ഇടുമ്പോഴേക്കും ഇഷ്ടപ്പെടൂല. മാച്ച് ആവണില്ലെന്ന് ഒരു കല്യാണമല്ലേ, അപ്പൊ ഒരുങ്ങി വരണ്ടേ? അതുകൊണ്ടാണല്ലേ. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ഈവന്റ് മാനേജ്മെന്റ് ഒക്കെ ആരെ ഏൽപ്പിച്ചത്? അത് നമ്മളെ പ്യാരീനെ. ഏത് പ്യാരി? കല്യാണ രാമല്ല പ്യാരീനെ അറിഞ്ഞൂടെ? പുള്ളിയല്ലേ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. പ്യാരി എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെയും വായിക്കാമോ? ഈ കണക്കിന് വെഡിങ് എന്ന് കൊടുക്കാൻ നന്നായി, വെൽഡിംഗ് എഴുതി വെച്ചേനെ. രണ്ടും കൂടി ചേരലാണല്ലോ ഇതൊക്കെ. എന്ത് ഈ ബോധമില്ലാത്തവരെയാണോ ചേട്ടാ കല്യാണത്തിന് വിളിച്ചേക്കുന്നത്? ബോധമില്ലാന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. എന്ത് ചെയ്യാനാ? ഇക്ക വരുന്നുണ്ട് കേട്ടാ. ഏതൊക്കെ? നമ്മൾ അബുക്ക. ആദാമിന്റെ മകൻ അബു വരുന്നുണ്ട്. അയ്യോ, മക്ക മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ, പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനായി. പുണ്യമാം ഗേഹം പൂകി ഉത്തമർ നിങ്ങൾ വീണ്ടും സ്വച്ഛമാം ജന്മമൊന്നിനി നേടി വന്നിടാനായി. അതെ, സന്തോഷമായി ഇക്ക വന്നോണ്ട്. അല്ല, ഹജ്ജിന് പോണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയായിരുന്നോ? ഇതുവരെ പോയിട്ടില്ല, പക്ഷെ നല്ല മനസ്സുള്ള ആളായതുകൊണ്ട് വൈകാതെ ഹജ്ജിന് പോകും, അതുറപ്പാ. അല്ല, ചേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? അതെ, ഈ കൊച്ചിന്റെ കല്യാണാലോചന വന്നപ്പോഴേ സാമ്പത്തികമില്ല, പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റപ്പ് എല്ലാം സൂപ്പർ ആണല്ലോ. കാശ് എവിടെ നിന്ന് കിട്ടി? മണവാളന്റെ ഇത് മേടിച്ച്. മോശം പരിപാടിയാണ് കേട്ടോ. പെങ്കൊച്ചിനെ കെട്ടാൻ പറഞ്ഞ മണവാളന്റെ കാശ് മേടിക്കണം. അയ്യോ, ആ മണവാളല്ല, നമ്മളെ ഗൾഫിലെ മണവാളൻ ആൻഡ് സൺസ് ഇല്ലേ, അവരെ ഇന്ന് മേടിച്ചതാ പൈസ. പുള്ളി വന്നിട്ടില്ലേ? പിന്നെ പുള്ളി ഇവിടെ ഉണ്ടല്ലോ. പൈസ എത്ര വളരെ റെഡിയല്ലേ? പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടങ്കൈയാണ് ഞാൻ. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല, അവർ ഈ വലങ്കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. അയ്യോ, അത് ഇപ്പൊ പറഞ്ഞ എങ്ങനെ ശരിയാവും? നിങ്ങൾ വരാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ വേറെ ആരെ അറേഞ്ച് ചെയ്യാഞ്ഞത്. വേണ്ട വേണ്ട വേണ്ട, ഇനി ഞാൻ വേറെ എന്തെങ്കിലും നോക്കിക്കോളാം. ശരി എന്നാ. എന്താടി ചേട്ടാ, ഇവിടെ പാടാനായിട്ട് ഒരാളെ വരണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ഒരാളെ അറേഞ്ച് ചെയ്ത് അയക്കിപ്പോ വരാൻ പറ്റത്തില്ലെന്ന്. ഇപ്പൊ വലിയ പ്രശ്നം. ഒരു പാട്ട് പാടുന്ന കാര്യമല്ലേ, ഞാൻ പാടാന്ന്. അതെ, കല്യാണം നടത്താനാ നോക്കുന്നത്, അല്ലാതെ കല്യാണം മുടക്കാനല്ല നോക്കുന്നത്. അല്ല, ഞാൻ വിചാരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം വിട്ട് ഞാൻ ഇന്നൊരു പാട്ട് പാടില്ല. സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു.
സംഗീതം പഠിക്കണം എന്നുള്ള മോഹവുമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മലല ഉസ്താദ് അലവലാദിഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചിക്കിച്ചി. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? വേറെ സുഭാഷ് 1 2 3 4 ഇന്ദ്രരട്ടം. ഗുജറാത്തി കടലകെട്ടിയ മലയാളി പെൺ നാണു ഞാൻ. ഇന്ദ്രരട്ടം ഗുജറാത്തി കടലകെട്ടിയ മലയാളി പെൺ നാണു ഞാൻ. പഞ്ചാബി പഞ്ചാബി എന്ന് പറഞ്ഞ പഞ്ചാബി പോയെന്നാണോ? അല്ല, ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. തമിഴ്നാട്ടിൽ നിന്ന് ആരാ കല്യാണം വിളിച്ചത്? എന്തേ? പാർക്കിങ്ങിൽ ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ കാർ കിടക്കുന്നു. അത് രാജാ കണ്ണ്. ഏത് രാജാ കണ്ണ്? അതറിയില്ലേ? എന്താ കണ്ടോ ഏതാ രാജാ കണ്ണെന്ന്? അയ്യോ பயந்து கண்ணு பொத்தாது பாப்பா. இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன், கெட்டவனுக்கு கெட்டவன். வேஷ்டி கட்டுங்கய்யா, வேஷ்டி. முன்னாடி சொல்ல வேண்டா அறிவு கட்டம் குண்டம். ഓ കൊച്ചിന്റെ കഴുത്തിൽ കിടന്ന നെക്ലസ് എന്തേ? ഒരു നെക്ലസ് കൂടെ ഉണ്ടായിരുന്നില്ലേ? ഒരു ഡയമണ്ട് നെക്ലസ് അതോടെ പോയി. അല്ല, ഇവിടെ തന്നെ കാണും. അത് പിന്നെ ഇപ്പൊ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ കഴുത്തിൽ നോക്കിയേ. ആ ഡാൻസ് കളിക്കാൻ 4-5 പേര് വന്നായിരുന്നു കേട്ടോ. ഇവിടെ ഇല്ലല്ലോ. നെക്ലസ് ഉണ്ടായിരുന്നല്ലേ? എന്തേ? സത്യം പറഞ്ഞോ, കൊച്ചിന്റെ നെക്ലസ് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വച്ചിട്ട് പോണം. അല്ലാതെ അലമ്പ് കാണിച്ചാൽ ഇടിച്ച് നിന്റെ ഊപ്പാട്ടെടുത്ത് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ഈ റൈമണ്ടിന്റെ നെക്സ്റ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. എന്നാ ഇവിടെ വിഴുങ്ങി കാണും. വിഴുങ്ങിന്ന സത്യമായി പറയുന്നവനായി ഈ രാജാക്കണ്ണ് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഇവിടെ കണക്കെഴുത്ത് പിള്ളയായിരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം 50 തേങ്ങ വെച്ച് ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. പൂങ്കാവനത്തിന് കഴിക്കാൻ പറ്റുന്ന ചവനപ്രാശം ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. എനിക്കൊരു മനപ്രയാസമില്ല കുട്ടി. പക്ഷേ ഈ റൈമണ്ട് നെക്സ്റ്റ് ലൈറ്റ് ഞാൻ വിഴുങ്ങിയിട്ടില്ല. അതല്ലേ? അപ്പൊ പിന്നെ ഇതെന്തോന്നടാ? ഇത് ഇതെന്തോന്ന്? അതാ അങ്ങോട്ട് നോക്കൂ. എന്തോന്നവിടെ? ഓ, ഇത് കിട്ടിയത് ഭാഗ്യം. എടി, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഈ സമയമില്ലാത്ത സമയത്ത് നീ എന്താ ഇറങ്ങാത്തത്? ശരി, എങ്ങനെയും ഒരു ടാക്സി പിടിച്ച് വരാൻ നോക്ക്. അവൾ ഇതുവരെ ഇറങ്ങിയില്ലെന്ന് സരിത. എവിടെ സ്റ്റാൻഡ് ഈ അസമയത്തൊക്കെ ഈ പെമ്പിളർക്ക് സ്റ്റാൻഡിലൊക്കെ അസമയം എന്ന് പറയരുത്. വീടിന്റെ തൊട്ടപ്പുറത്താണ് മുകുന്ദനുണ്ണി താമസിക്കണത്. ഏത് മീശമാധവനിലെ മുകുന്ദനുണ്ണിയാ? അതല്ല, ക്യൂനിലെ സീനിയർ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. ആ, അതെ, പുള്ളി വരുന്നു. കേട്ട് അയ്യോ. ഏതാണ് ആ സമയം? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് ആ സമയം? പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. അത് പിന്നെ രാത്രി അസമയമാണോ? അല്ല, ഞാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആണിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ. റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ച് പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അസമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അസാധാരണം. എന്താണ് ഈ അസാധാരണം? ഒരാണും പെണ്ണും ഒരുമിച്ച് എവിടെയുണ്ടോ അവിടെ അസാധാരണം. ഒരുമിച്ച് സംസാരിച്ചാൽ അസാധാരണം, ഒരുമിച്ച് നടന്നാൽ അസാധാരണം, ഒരു ബൈക്കിന് പോയാൽ അസാധാരണം, ഒരു സിനിമയ്ക്ക് പോയാൽ അസാധാരണം. അത് പിന്നെ മനുഷ്യനായാൽ അല്പം സദാചാര ബോധമൊക്കെ കാണില്ലേ സാറേ? സദാചാരം അന്യന്റെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാനുള്ള ഇവന്റെയൊക്കെ ലൈസൻസിന്റെ പേരല്ല സദാചാരം.
അല്ല സാറ് പറഞ്ഞാലും കാര്യമുണ്ട്. ഈ അസമയം എന്നൊന്നും പറഞ്ഞൊരു സംഭവം ഇല്ലല്ലേ? ഇല്ല, ഞാൻ പറയണ്ട. എടാ ചെറുക്ക, നമ്മളിപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു. നാളെയല്ലേ കല്യാണം. കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് അങ്ങ് പോകാം. ഇവന് വീട്ടിൽ പോണെന്ന് കേട്ടാ ഭയങ്കര ബഹളം. അതെന്താ കല്യാണത്തിന് വന്നാൽ ഇന്ന് പോകാൻ പറ്റില്ല, നാളെ പോകാൻ പറ്റുള്ളൂ. ഈ കുഗ്രാമത്തിൽ കൊണ്ടാ കല്യാണം വെച്ചങ്ങ റേഞ്ചില്ല ഈ സാധനത്തില്. കുറച്ചു നേരം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ പോണം. റീൽസ് കാണില്ലെങ്കിൽ നിനക്ക് പറ്റൂലേ? പറ്റൂല. എന്ത് പരിപാടിയാണെന്നടാ. എന്റെ ഒന്നും കുട്ടിക്കാലത്ത് റീൽസും പോണൊന്നുമില്ല, അറിയാമോ? പിന്നെ അച്ഛൻ്റെ എന്റർടൈൻമെന്റ് എന്തായിരുന്നു? എടാ, എന്റെയൊക്കെ കുട്ടിക്കാലത്തെ ഈ മൊബൈലും റീൽസും ഒന്നും നമ്മുടെ സങ്കല്പത്തിൽ പോലും ഇല്ലായിരുന്നു. പക്ഷേ നമ്മളെ അന്ന് എന്റർടൈൻ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു, സലീം കുമാർ, നമ്മുടെ സലീമേട്ടൻ. എടാ, നീ ഇപ്പൊ ഈ ഫോണിൽ കാണുന്ന റീൽസും ട്രോളും ഒക്കെ ഒരു കാലത്ത് അദ്ദേഹം ചെയ്തു വെച്ച ഓരോ കഥാപാത്രങ്ങളാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ടു പോയെങ്കിലും അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളിലൂടെ ഇന്നും അദ്ദേഹം നമ്മളെ മനസ്സിലുണ്ടടാ. അതാണ് സലീം കുമാർ. ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അടുത്ത റൗണ്ടിന് വേണ്ടിട്ട് പേടിച്ചു പോയി ഞാൻ ആ പാട്ടുകൾ. അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. കുറച്ച് കാലമായിട്ട് എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്ത് പറ്റിയടാ? എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവരൊന്നും മനുഷ്യനെ കണ്ടില്ലേ? ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. ജാടത്തേണ്ടി വീട്ടിൽ കൊണ്ട് അനുമാനാണെങ്കിൽ ഒരു മേക്കപ്പും ചെയ്യാതെ നീ നേരെ ചെന്നാ മതി. ഫുൾ മാർക്കാ. ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിഴൽ പോലും ഇരുൾ മൂടും നിലവേ. അതെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സെന്റി അടിച്ച് ശോകം അടിച്ച് വിഷമിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് സന്തോഷിക്കാൻ എന്തുമാത്രം കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്ക്. ഒരു നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യടാ. വ്യത്യസ്തനായൊരു സലീം കുമാർ ഏട്ടനെ മലയാള സിനിമ തിരിച്ചറിഞ്ഞല്ലോ. വ്യത്യസ്തനായൊരു സലീം കുമാർ ഏട്ടനെ മലയാള സിനിമ തിരിച്ചറിഞ്ഞല്ലോ. കോമഡി കാണിക്കാൻ സലീമാണ് താരം. സീരിയസ് ആയാലും സലീം തന്നെ താരം. ദേശീയ പുരസ്കാരം നേടിയ താരം. പ്യാരി, മണവാളൻ, മുകുന്ദനുണ്ണി, മുത്തുരാമൻ, കണ്ണൻ, ശ്രാങ്ക്, വിക്രമേലിയാസ്, ജാക്കി, ഉസ്മാൻ, പപ്പു, രാജാ കണ്ണൻ. പുളകം പതയ്ക്കുന്ന പതയിലും മുങ്ങി. പുളകം പതയ്ക്കുന്ന പതയിലും മുങ്ങി. കോമഡി കാട്ടാനും സലീം തന്നെ താരം. ചാണകത്തിൽ മുങ്ങി കോമഡി കാട്ടാനായി മടിയൊട്ടുമില്ലാത്ത സലീം തന്നെ താരം. സ്റ്റാർ ജാടയില്ലാത്ത താരമി താരം. കോമഡി ഷോയിലൂടെ വന്നതാണ് താരം. ഒന്നിനും കൂസാത്ത നിലപാടിൻ താരം. ഒന്നിനും കൂസാത്ത നിലപാടിൻ താരം. മലയാള സിനിമയിൽ സലീം തന്നെ താരം. പ്യാരി, മണവാളൻ, മുകുന്ദനുണ്ണി, മുത്തുരാമൻ, കണ്ണൻ, ശ്രാങ്ക്, വിക്രമേലിയാസ്, ജാക്കി, ഉസ്മാൻ, പപ്പു, രാജാ കണ്ണൻ. പ്യാരി, മണവാളൻ, മുകുന്ദനുണ്ണി, മുത്തുരാമൻ, കണ്ണൻ, ശ്രാങ്ക്, വിക്രമേലിയാസ്, ജാക്കി, ഉസ്മാൻ, പപ്പു, രാജാ കണ്ണൻ. വ്യത്യസ്തനാമൊരു സലീം കുമാർ ഏട്ടനെ മലയാള നാട്ടിൽ സ്മരിക്കുന്നു ഞങ്ങൾ.